ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗനാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ ചുരന്ന് മാമുനി മാത്തപം ചെയ്ത് നാദഗംഗയൊഴുകി വന്നതിവിടെ നാദഗംഗയൊഴുകി വന്നതിവിടെ നാദഗംഗയൊഴുകി വന്നതിവിടെ നാദഗംഗയൊഴുകി വന്നതിവിടെ. നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ഗുരുപൂർണിമ വന്നെത്തുകയാണ്. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ആഷാഢമാസത്തിലെ വ്യാസപൂർണിമ അല്ലെങ്കിൽ പൗർണമി, ആഷാഢമാസത്തിലെ പൗർണമിയാണ് ഗുരുപൂർണിമയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അന്നാണ് ശ്രീ വേദവ്യാസ മഹർഷി, കൃഷ്ണദ്വൈപായൻ എന്ന് പറയപ്പെടുന്ന ശ്രീ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ദിവസം എല്ലാ തരത്തിലുള്ള ഗുരു പരമ്പരകളെയും വന്ദിക്കുക എന്നത് നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു പാരമ്പര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസങ്ങളിലെ ഗുരുക്കന്മാരെ പ്രത്യേകം ഓർക്കുക. അവർ നമുക്ക് കാട്ടിത്തന്ന വഴികള്, അവരിലൂടെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞത്. പല തരത്തിലുള്ള അറിവുകള് ഏത് മേഖലയാണെങ്കിലും നമുക്ക് ഒരു ഗുരു കൂടാതെ ഒരിക്കലും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല. ഒരു നല്ല ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഗുരുവിന്റെ വാക്കുകൾക്ക് അനുസരിച്ച് പോകുന്ന ആളായിരിക്കുമെന്ന് പറയപ്പെടാറുണ്ട്. എന്റെ വാക്കുകളിൽ ജീവിക്കുന്നവർ എന്റെ യഥാർത്ഥ ഭക്തന്മാർ, ശിഷ്യന്മാരെന്ന് യേശുദേവൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഗുരു എന്നത് ഒരു വലിയൊരു പരമ്പരയുടെ, ഒരു വെളിച്ചത്തിന്റെ ഒരു പ്രവാഹമാണ്. അനേകായിരം കാലങ്ങളിലൂടെ ദിവ്യമായിട്ടുള്ള ജ്ഞാനം, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജ്ഞാനം ഈ ലോകത്തിലേക്ക് പകരാനായിട്ട് അനവധി ഗുരുക്കന്മാര് ഈ നാട്ടിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവർക്കുള്ള ഒരു സല്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രണാമങ്ങളാണ് ഈ ദിവസം നമ്മൾ അർപ്പിക്കുന്നത്. അപ്പൊ ഗുരുദേവ് ശ്രീ രവിശങ്കർജി കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഇതേപോലെ ഒരു ഗുരുപൂർണിമ ദിനത്തില് പറയുകയുണ്ടായി. ഗുരുപൂർണിമ ദിവസം നമ്മള് ശിഷ്യന്മാര് സ്വയം ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടം വരെ ജ്ഞാനത്തിൽ ഞാൻ ഉയർന്നു, എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ, എത്രത്തോളം ഞാൻ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളുടെ സ്വഭാവത്തിലും അതേപോലെ നമ്മുടെ ബോധത്തിലും എത്രത്തോളം നമ്മൾ വിടർന്നിട്ടുണ്ട്. ഇത് പരിശോധിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് ഗുരുദേവ് പറയാറുണ്ട്. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ ആ ഗുരുവിനെ പൂർണ്ണമായിട്ടും വന്ദിച്ചുകൊണ്ട് ത്യാഗരാജസ്വാമികൾ വരെ അദ്ദേഹത്തിന്റെ പഞ്ചരത്ന കൃതികളിൽ പാടിയിട്ടുണ്ട്. എന്തരോ ఎందరో మహానుభావులు అందరికీ వందనము, ఎందరో మహానుభావులు అందరికీ వందనము. അപ്പൊ ആ മഹാഗുരുക്കന്മാരെ നമ്മൾ വന്ദിക്കുകയാണ്. ഗുരുദേവ് മറ്റൊരു കാര്യം പറയണ്ടായി. ഗുരുവിന്റെ അടുത്ത് എത്തിച്ചേരുന്ന ഏതൊരു സാധകനും ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഗുരുദേവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ശിഷ്യനിലെ ഏറ്റവും ആദ്യമുണ്ടാവുന്ന, അവർക്കുണ്ടാവുന്ന ആദ്യ ഭാവമാണ് പശുഭാവം എന്നാണ് ഗുരുദേവ് പറഞ്ഞത്. പശുഭാവം. സാധാരണ നമ്മളൊക്കെ ജീവിത സത്യം ഇതൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അത് ഉണ്ടാക്കുന്ന ഒരു എമോഷണൽ ട്രോമ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനായിട്ട് പൊതുവെ എല്ലാ ആളുകളും ഗുരുവിന്റെ അടുത്തെത്തുന്നത് അല്ലെങ്കിൽ ഈശ്വര അന്വേഷണത്തിലേക്ക്, യോഗമാർഗത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അത് ആദ്യ ഭാഗമാണെന്ന് പറയുന്നത്. ഈ ഭാവത്തില് നമുക്ക് പൂർണ്ണമായിട്ട് അടിയുറച്ച ഒരു ഉറപ്പുണ്ടാവും. നമ്മള് ഒരു ഗുരുവിന്റെ, ഈശ്വരന്റെ പ്രൊട്ടക്ഷനിൽ ഞാൻ സുരക്ഷിതനാണ്, എനിക്ക് ഏറ്റവും നല്ലത് സംഭവിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എപ്പോഴും ഉണ്ടാവണം.
അതോടൊപ്പം തന്നെ ഇതിനൊപ്പം തന്നെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ചെറിയ തോതിൽ ദേഷ്യം വരിക, സങ്കടം വരിക, സ്നേഹം വരിക, ഗുരുവിനോട് ഭക്തി വരിക, ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. ഗുരുവിനോട് അല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യത്തോട് കൂടുതൽ കൂടുതൽ നമ്മൾ അടുത്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ നമുക്ക് വന്നു പോകും. ചില സമയത്ത് എന്തെന്നില്ലാത്ത നിർവൃതിയായിരിക്കും നമുക്ക്. ചില സമയത്ത് എന്തെന്നില്ലാത്ത പരാതികൾ ഉണ്ടാവും. വെറുതെ പറയാറുണ്ട്, ആ, 12 വർഷത്തിലൊരിക്കല് ഒരു ചെറിയൊരു ഒരു ഒലച്ചിലുണ്ടാകാം. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിലും അവരവരുടെ ശക്തിയിലും സങ്കല്പത്തിലും ഒക്കെ ചെറിയൊരു ഒലച്ചില് തട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അതും ഒരു കാലമാണ്. ഇതൊക്കെ ഈ ആദ്യ ഭാഗത്തില് ഉണ്ടാകാം. സങ്കടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും നമ്മൾ അറിയാതെ നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ആറ്റുനോറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ, എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. പലപ്പോഴും നമ്മൾ ആ സങ്കടത്തോടെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന സങ്കടങ്ങൾ കൊണ്ടാണ് ഗുരുവിന്റെ അടുത്ത് എത്തിച്ചേരുക. ആ ഗുരുവിന്റെ സാന്നിധ്യം ഒരുപാട് നമുക്ക് സാന്ത്വനമാകുകയും ചെയ്യും. നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ, ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ കേഴുന്നു ഏകാകിന. നാഥാനെ കേൾക്കില്ലയോ, കാരുണ്യം ചൊരിയില്ലയോ രക്ഷക. എന്റെ പാപഭാരമെല്ലാം തീർക്കണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക. എന്നും നീതിമാന്റെ മാർഗം നൽകണേ. അപ്പൊ ഇതാണ് പശുഭാവം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ഉറപ്പ് നമ്മളോടൊപ്പം എപ്പോഴും ഗുരു നൽകിക്കൊണ്ടേയിരിക്കും. ഈശ്വര ചൈതന്യവും ഗുരു രണ്ടും നൽകിക്കൊണ്ടേയിരിക്കും. അതാണ് ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ് വീരഭാവത്തിലേക്ക് കടക്കുന്നത്. വീരഭാവത്തിലെത്തുമ്പോൾ എന്താ കുറച്ചും കൂടെ നമ്മൾ കോൺക്രീറ്റ് ലെവലിൽ കുറച്ചും കൂടെ ഉറപ്പ് വന്നു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ജീവിത വീക്ഷണത്തിലൊക്കെ കുറച്ചും കൂടെ എന്ത് വന്നു ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ചും കൂടെ എന്താണ് ഒരു 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 സോൾജിയർ ലൈഫ്, ഒരു സൈനികനെ പോലെ പ്രതിബദ്ധമായിട്ട് കർമ്മം ചെയ്യുന്ന ഒരാളെ പോലെ ഗുരു നൽകിയ അല്ലെങ്കിൽ ഈശ്വരൻ ഏൽപ്പിച്ച കർമ്മങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കൺഫ്യൂഷൻസ് വന്നാലും സ്വാഭാവികമായിട്ടും ഈ ആത്മീയ പാതയിൽ ഇങ്ങനെയുള്ള സത്യാന്വേഷണ പാതയിൽ ഒരുപാട് തരത്തിലുള്ള മായക്കാഴ്ചകള്, തടസ്സങ്ങള് ഒക്കെ നമ്മളെ തേടി വരും. 9 തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്ന് പതഞ്ജലി മഹർഷിയാണ് യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, യോഗമാർഗത്തിൽ, ആധ്യാത്മിക മാർഗത്തിൽ. അപ്പൊ ഇത് കയറി ഇറങ്ങിയും മാറി മറിഞ്ഞൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരും പല സമയങ്ങളും ജീവിതയാത്രയിൽ. അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ചോയ്സസ് നമ്മുടെ മുമ്പിലേക്ക് വരും. അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, ഇങ്ങനെ കൺഫ്യൂഷൻ ഒരുപാട് നമ്മുടെ മുമ്പിൽ വന്നു ചേർന്ന് നിൽക്കും. അപ്പോൾ എന്തുണ്ടാവും, ഈ കൺഫ്യൂഷൻസ് കൊണ്ട് നമ്മൾ പതുക്കെ എന്ത് ചെയ്യാം, ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് പതുക്കെ നമുക്ക് പാത വിട്ട് ഈശ്വരാന്വേഷണം സത്യാന്വേഷണത്തിനൊക്കെ മാറിപ്പോകാനും സാധ്യതയാണ്. അപ്പൊ അവിടെ ഗുരു പറയുന്ന, അവിടെ എപ്പോഴും ഗുരുദേവ് പറയുന്നതാണ്, അവിടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇളകാതെ പൂർണ്ണമായിട്ടും എന്താണ് ശക്തിയോടെ ഇവിടെയാണ് നമ്മുടെ സാധനാനുഷ്ഠാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന യോഗ, പ്രാർത്ഥന, ജപം, പ്രണയമം, ധ്യാനം, ഇതെല്ലാം ഇവിടെ നമുക്കൊരു വലിയൊരു താങ്ങായിട്ട് മാറും. അത് നമ്മുടെ പൂർണ്ണമായിട്ടും കൊടുങ്കാറ്റുകൾ വന്നാലും അവിടെ പൂർണ്ണമായിട്ടും പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തി മുൻപോട്ട് ഒരു സിംഹത്തെ പോലെ മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്ന ഗുരു പറയാം. അത് ഗുരുവിന്റെ കൃപ കൊണ്ടും അതേപോലെ നമ്മുടെ സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് വന്നു ചേരും. അതാണ് വീരഭാവം എന്ന് പറയുന്നത്. എന്നാലും അവിടെ എപ്പോഴും മനസ്സിലാക്കുക, ഗുരു കൃപ, ഈശ്വര കൃപ എപ്പോഴും നമ്മളെ താങ്ങായിട്ട് തണലായിട്ട് ഉണ്ടാവും നമ്മൾ ആ സമയത്ത്.
എന്താ ഡെഡിക്കേഷൻ, എന്താ ചെയ്യാനുള്ളത്? കൂടുതൽ കൂടുതൽ നമ്മൾ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ, യേശുദേവൻ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ വാക്കുകളിൽ ജീവിക്കുന്നവൻ എൻ്റെ ഭക്തൻ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞതുപോലെ ആ വാക്കുകളിൽ ജീവിക്കാനുള്ള ആ ഒരു പ്രയത്നം. ഇതൊരു പ്രോസസ്സാണ്. അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നത് പോലെ ഒരു ഫയർ ആയിട്ട് മാറുകയാണ് അവിടെ വീരഭാവത്തിലേക്ക്. അതിനുള്ള പലതരത്തിലുള്ള സംഭവ വികാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഒരു പട്ടാളക്കാരന്റെ, ഒരു സൈനികന്റെ ഒരു ക്ഷത്രവീര്യത്തോടെ, കമ്മിറ്റ്മെന്റോടെ മുമ്പോട്ട് പോകുക, സിംഹശക്തിയോടെ. അതാണ് വീരഭാവം എന്ന് പറയുന്നത്. ഏതു കൈകൾ അരണിക്കോൽ കടഞ്ഞിരുന്നു, ചേതനയിൽ അറിവിന്റെ അഗ്നിയുണർന്നു, സൂര്യ തേജസാർന്നവർ തൻ ജീവനാളം പോ നൂറുമലർ വാകകളിൽ ജ്വലിച്ചുണർന്നു, ബോധനിലാപ്പാൽ ചുരന്ന് മാമുനിമാർ തപം ചെയ്ത് നാദഗംഗയൊഴുകി വന്നതിവിടെ. അതെ, ഒരു ആദിയുഷസ്സായി, ഒരു സൂര്യോദയമായിട്ട്, ബോധത്തിന്റെ ചന്ദ്രശോഭയാർന്ന, കുളിരു കോരുന്ന, ജ്ഞാനമാകുന്ന, അറിവാകുന്ന ആ ഒരു പ്രവാഹത്തെ ഉണർത്തി നാദഗംഗയായിട്ട് ഒഴുകുന്ന സിംഹശക്തിയോടെ അറിവിന്റെ ജ്വാലകളായിട്ട് വിടരുന്ന ഒരു ഭാവത്തിലേക്ക്, വീരഭാവത്തിലേക്ക് എത്തുന്ന സാധകൻ. പിന്നെ കുറച്ചും കൂടെ മേളിലേക്ക്, അടുത്ത ഭാവത്തിലേക്ക് എത്തുന്നതാണ് ദിവ്യഭാവം എന്ന് പറയും. ഗുരുദേവ് പറഞ്ഞതാണ് ദിവ്യഭാവം. ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് അല്ലെ, ദിവ്യമായിട്ട് മാറുക. അവിടെ ഒന്നും നേടിയെടുക്കാനോ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാനോ ഒന്നും അവിടെ ഇല്ല. പൂർണ്ണമായിട്ടും ജീവിതം ഒരു കളിയായിട്ട് മാറുക. പ്ലേഫുൾനെസ്, എല്ലാത്തിനോടും വളരെ നമുക്ക് സ്നേഹം, അതേപോലെ ഉത്സാഹം, നിഷ്കളങ്കത, അതേപോലെ എന്തെന്നില്ലാത്ത സംതൃപ്തി, ഇതെല്ലാം നമ്മുടെ സ്വഭാവമായിട്ട് മാറുകയാണ്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഗുരുവിന്റെ ഒപ്പം ഭൗതികമായിട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും, ദേഹത്തിലെ ഗുരു ഉണ്ടായാലും ഇല്ലെങ്കിലും, ആ സാന്നിധ്യത്തിൽ സദാ ആ ശിഷ്യൻ എന്തായിരിക്കും? റിജോയ്സ് ചെയ്തുകൊണ്ടിരിക്കും. ആ സാന്നിധ്യത്തിൽ കൂടുതൽ കൂടുതൽ ഗുരുവുമായിട്ടുള്ള ബന്ധം ദേശകാലങ്ങൾക്ക്, ശരീരത്തിന് നാമരൂപങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് എത്തുന്നു എന്നാ പറയുന്നത്. ദിവ്യഭാവം എത്തുന്നു. ദിവ്യഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്തായി മാറി? അവിടെ അദ്വൈത ഭാവമായി. അവിടെ ദ്വൈതമില്ല, രണ്ടെന്ന ഭാവമില്ല. ഒരേ ഒരു ചൈതന്യധാരയുടെ മറ്റ് പല പല ലീലകളും കണ്ട് സ്വന്തം കർത്തവ്യങ്ങൾ ഒരു നടനം പോലെ എല്ലാം ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടെ, ആനന്ദത്തോടെ മുമ്പോട്ട് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദിവ്യഭാവം എന്ന് പറയുന്നത്. അങ്ങനെ എന്തായി മാറണു? അങ്ങനെ പോകുന്ന ആ സാധകൻ പുതിയൊരു വെളിച്ചമായിട്ട്, പുതിയൊരു നാളമായിട്ട് മാറുകയാണ്. എപ്രകാരം? സൂര്യ തേജസാർന്നവർ തൻ ജീവനാളം പോ നൂറുമലർ വാകകളിൽ ജ്വാലയുണർന്നു, ആദിയുഷസന്ധ്യ പൂത്തതിവിടെ, ആഹാ ആദിസർഗനാളമാർന്നതിവിടെ. ആ ജീവനാളമായിട്ട്, ആ ആനന്ദത്തിന്റെ, അനശ്വരതയുടെ ജീവനാളമായിട്ട് ദിവ്യഭാവത്തിലെത്തുന്ന സാധകര് പുതിയൊരു സൂര്യോദയമായിട്ട് ലോകത്തിന് വെളിച്ചമായി മാറുകയാണ്. അപ്പൊ 3 അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പശുഭാവം, അവിടെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ്, വിശ്വാസം, ഗുരു നമ്മളോടൊപ്പമുണ്ട്. അവിടെ നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ പലതും വരികയൊക്കെ ചെയ്യാം. നമ്മുടെ കുറച്ചൊക്കെ ഭൗതികമായിട്ടുള്ള ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരാം. അതിനെല്ലാം ഗുരു എന്ത് ചെയ്യുന്നുണ്ട്? അതിനെല്ലാം ക്ഷമാപൂർവം ആ ഭാഗങ്ങളൊക്കെ കടന്നു വരാനായിട്ട് ഗുരുവിന്റെ കൃപ നമ്മളെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ കട്ടി കൂടി, കുറച്ചും കൂടെ അതുപോലെ ശക്തവുമായി. അതാണ് വീരഭാവം. പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷനോടെ ഗുരുവിനോടുള്ള ആ ഒരു പ്രതിബദ്ധത, അതോടെ മുമ്പോട്ട് പോകുന്നത് വീര്യഭാവം. അത് കഴിഞ്ഞാൽ എന്തായി? പിന്നെ അവിടെ രണ്ടില്ല, ഗുരുവും ശിഷ്യൻ എന്ന് പറഞ്ഞ 2 ഭാവമില്ല. പൂർണ്ണമായിട്ടും അദ്വൈതം, ഏകം ആണോന്ന് വെച്ചാൽ അനന്തം എന്ന് പറയണം. രണ്ടില്ല, അനന്തതയാണ് അവർ. ആ ചൈതന്യം, ഈശ്വരൻ, ഗുരു, ആത്മാവ്, ഇതെല്ലാം ഒന്ന് തന്നെ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവ്യാപ്തദേഹായ ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുക്കന്മാരിലും ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തി, ശിവഭഗവാന്റെ ഒരു ഫോമാണ് ദക്ഷിണാമൂർത്തി. അത് പറയുന്നത് വ്യോമവത് വ്യാപ്ത, എല്ലായിടത്തും ഒരേ സമയം പ്രകമ്പനം കൊള്ളുന്ന,
ചൈതന്യമായിട്ട് ആര് മാറുന്നു? ഓരോ സാധകരും മാറുകയാണ്. അപ്പോ ആ ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഇരുളിൽ കിടക്കുന്ന പുതിയ പുതിയ ആളുകള് അവരുടെ അടുത്തേക്കും വരിക. എന്തിനായിട്ട്? കൂടുതൽ വെളിച്ചത്തിനായിട്ട്, വിദ്യക്കായിട്ട്, ജ്ഞാനത്തിനായിട്ട്. അപ്പോ ഒരാൾ പോലും സ്വയം അറിയാതെയാണ് എന്തായി മാറുന്നത്? ഗുരുതത്വത്തിന്റെ ആ ഒരു പ്രകാശം ഉള്ളിൽ വിടർന്നു വരുന്നത്. പലപ്പോഴും അത് കുറെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ആ ശിഷ്യൻ തന്നെ തിരിച്ചറിയുക. അപ്പോ ഇതെല്ലാം ഒരു ഗ്രേസ് ആണ്, ഈശ്വരന്റെ കൃപയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തും വേണം? പുരുഷ പ്രയത്നം ആവശ്യമാണ്. ആചാര്യാത് പാദമാദത്തെ ശേഷം ശിഷ്യസ്വമേധയ ശേഷം സദ്ബ്രഹ്മചാരിഞ്ച ശേഷം കാലസ്വമേധയ. ആധ്യാത്മികതയുടെ 4 തലങ്ങളാണ് പറഞ്ഞത്. ആദ്യം ആചാര്യന്റെ അനുഗ്രഹം കൊണ്ടും അവരുടെ ദീക്ഷ കൊണ്ടും, ശിഷ്യന്റെ പരിശ്രമം കൊണ്ടും, പിന്നെ അനുഭവം ഉള്ള ആളുകളുമായിട്ട് കൂടുതൽ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയിട്ടുള്ള ഡിസ്കഷൻസും അതുവഴിയും തുടർന്നു വരുന്നു. പിന്നെ കാലത്തിന്റെ ഗതിയില് പുതിയൊരു സൂര്യോദയമായിട്ട് ഓരോരുത്തരും മാറുന്നു. ഇത് ഗുരുവിന്റെ അടുത്തെത്തിച്ചേർന്ന എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാലം കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ വിളംബമുണ്ടാകാം. ചിലപ്പോൾ ചിലവർ പെട്ടെന്ന് കയറിപ്പോവും, ചിലവർ കുറച്ച് സമയമെടുത്ത് പതുക്കെ ആയിരിക്കും കയറുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗുരു അത് ഈശ്വരനിലേക്കുള്ള വാതായനമാണ്. ഭാരതം എല്ലാ ദിവ്യ പുരുഷന്മാരെയും ഗുരുക്കന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീകൃഷ്ണൻ ആയിക്കോട്ടെ, ശ്രീരാമനായിക്കോട്ടെ, വ്യാസൻ, വസിഷ്ഠൻ, മധ്യ ഏഷ്യയിലുണ്ടായിരുന്ന ഗുരുക്കന്മാര്, യേശുദേവനായിക്കോട്ടെ, സരതുഷ്ടനായിക്കോട്ടെ, അതേപോലെ റൂമി, സൂഫികള്, ഇവരെല്ലാവരുടെയും ഗുരുക്കന്മാരായിട്ടാണ് ഭാരതം കണ്ടത്. എല്ലാ മഹാഗുരുക്കന്മാരെയും വീണ്ടും വീണ്ടും വന്ദിച്ചുകൊണ്ട് അപ്പോ വീണ്ടും വീണ്ടും ഗുരുപൂർണിമയുടെ ആനന്ദത്തിന്റെ ജ്ഞാനത്തിന്റെ ആശംസകൾ നേരുന്നു. അപാരമഹിമ ഗുരുമഹിമ കൃപാസാഗര ഗുരുദേവ ഗുരുദേവ സദ്ഗുരുദേവ സദ്ഗുരുനാഥ ഗുരുദേവ ഗുരുദേവ ജയ ഗുരുദേവ ശങ്കര ഗുരോ രവിശങ്കര ഗുരോ ശങ്കര ഭഗവത് പാദ ശങ്കര ഗുരു അപാര മഹിമ ഗുരു മഹിമ കൃപാസാഗര ഗുരുദേവ ഗുരുദേവ ജയ ഗുരുദേവ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ സദ്ഗുരുദേവ 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 എന്തോ മഹാനുഭാവു സാനി പഗരി ഗരി സരി സരി സാനി എന്തോ മഹാനുഭാവു അന്തരീ വന്ദനമോ എന്തരോ മഹാനുഭാവു അന്തരീ വന്ദനമോ എന്തരോ മഹാനുഭാവു ഗുരുകൃപാകരം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ സദാശിവസമാരംഭാ വ്യാസ ശങ്കരമധ്യമാ
अस्मत् श्री गुरुपर्यन्ता वन्दे गुरुपरम्परा बोधप्रदाभ्यां द्रुतमोक्षदाभ्यां नमो नमः श्री गुरुपादुकाभ्यां नमो नमः नमो नमः नमो नमः। ജയ് ഹിന്ദ്.